ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2017 ബലൂനെയാണ്. ആ ബലൂണിൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിയറിങ്ങിന് ഒരു ചിക് ഒരു നോയ്സാണ്. ആ സമയം തന്നെ സ്റ്റിയറിങ് ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ആ കംപ്ലൈൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റിയറിങ് ഒരു നോയ്സാണത്. ഒരു ടൈറ്റും അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ് ടൈറ്റ് വരുന്നുണ്ട്. ലെഫ്റ്റിക്ക് റൈറ്റിക്ക് ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതാണ് കംപ്ലൈൻറ്റ് ഇതിൻ്റെ. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം വണ്ടി. ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിയറിങ് വല്ലാത്തൊരു ടൈറ്റ് ഉണ്ട്. തിരിക്കുന്ന സമയത്ത് ഒരു നോയ്സും വരുന്നുണ്ട് സ്റ്റിയറിംഗ് കോളത്തിൻ്റെ അവിടെ നിന്ന്. പവർ സ്റ്റിയറിംഗ് വർക്കാവാത്ത മാതിരി ഒരു ഫീലാണുള്ളത്. നമ്മൾ ഓടിച്ചിട്ട് റിട്ടേൺ വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ പോവില്ല. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് കോളം അഴിച്ചൊന്ന് മാറ്റേണ്ടി വരും. സ്റ്റിയറിംഗ് കോളാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ്. അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും സ്റ്റിയറിംഗ് കോളം. എന്തായാലും ആ പാട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ബാറ്ററി നെഗറ്റീവ് ഊരി വയ്ക്കാം. ഊരി വെച്ച ശേഷം നമ്മളതിൻ്റെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കവറുകളെല്ലാം അഴിച്ച ശേഷം കപ്ലറുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം അഴിക്കണമെന്നുണ്ടെങ്കിൽ ആ 12 ബോൾട്ടുകൾ അഴിച്ചു മാറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇതാണ് ആ സ്റ്റിയറിംഗ് കോളം. നമുക്ക് ഇതിൻ്റെ കോളം മാത്രമായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആ മോട്ടർ കൂടെ അഴിച്ച് മാറ്റി വയ്ക്കാം. എന്തായാലും അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ആ പാർട്ട്. ഇത് പുതിയ പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അഴിച്ച് അതിൽ സെറ്റ് ചെയ്യാം. ഏകദേശം 17,000 രൂപ വില വരുന്നുണ്ട് കേട്ടോ ഈ സ്റ്റിയറിംഗ് കോളത്തിന്. നമ്മളത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞ വാഹനമാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വാഹനം ഓടിക്കാനായിട്ട് ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ആ ചിക് നോയ്സൊക്കെ പോയിട്ടുണ്ട്. തിരിക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ടുണ്ട്. ബൈക്കിള് നമ്മൾ വിചാരിച്ച ആ രീതിക്ക് തന്നെ വാഹനം ഓടിയുന്നുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് പോയിട്ടോ. അപ്പോൾ ആ സ്റ്റിയറിംഗ് കോളം ചൈൽഡ് പാർട്ടാണ്. ആ പാർട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് തീരുന്നതാണ്. ഓരോ വെഹിക്കിളിനും ഓരോ പാർട്ട് നമ്പറാണ് കേട്ടോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ആ സ്റ്റിയറിംഗ് കോളത്തിൽ വരുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ നോക്കി വേണം പാർട്ട് ഓർഡർ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പാർട്ട് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.